ഷെഫ് ഷമീം കേട ഒരു ഭയങ്കര ഹിറ്റ് റെസിപ്പിയാണെന്നുള്ളത് എന്താവും അവസ്ഥ എന്നുള്ളത് നമുക്ക് ലാസ്റ്റായിട്ട് കാണാം. മീതുൻ ചേട്ടൻ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു രഹസ്യം. ഞാൻ വിചാരിക്കുന്ന ഈ സംഭവം പറഞ്ഞാൽ ഇപ്പം എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ബാഹുബലിയുടെ എന്താ പറയുന്ന ഈ പൊതിപ്പൊറോട്ടയിൽ ഷമീം കാടെ റോസ്റ്റൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ ഷമീം തന്നെ അതിശയപ്പെട്ടു പോകും. അസ്സലാമലൈക്കും. എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നുള്ളത് ഷെഫ് ഷമീം കേയുടെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലയും 1/2 ടേബിൾ സ്പൂണ് ജീര പൗഡറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് ചതച്ചതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വരെയൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഷമീംക്ക് ആ വീഡിയോൻ്റെ ഉടനീളം പറയുന്നുണ്ട് ഭയങ്കര ഹിറ്റ് റെസിപ്പിയാണെന്നുള്ളത്. അപ്പം നമുക്ക് ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള റിവ്യൂ അറിയാൻ വേണ്ടിയിട്ട്. 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒരു 2 കഷ്ണം സിനമൺ സ്റ്റിക്കും അതുപോലെ തന്നെ ക്ലവും ഇത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ഇഞ്ചി ചെറുതായി ജ്വല്ലിൻ കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്തിട്ട് അതിനൊന്ന് വറുത്തെടുത്ത പിന്നെ അതിലേക്ക് നമ്മുടെ ബീഫ്, നമ്മൾ മസാല പരക്കി വെച്ചിട്ടുള്ള ബീഫില്ലേ, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം തന്നെ നല്ല മണക്ക് വരുന്നുണ്ട്. എന്താവും അവസ്ഥ എന്നുള്ളത് നമുക്ക് ലാസ്റ്റായിട്ട് കാണാം. ഭയങ്കരത്തിൽ ഷമീംക്ക് പറയുന്നുണ്ട് മീതുൻ ചേട്ടൻ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് വേണം ശരിക്കുള്ള റിവ്യൂ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അപ്പം ബീഫിൻ്റെ വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇനി ഞാൻ വിചാരിക്കുന്ന വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മതിയെന്ന്. അപ്പം ഞാനൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുക്കർ അടിച്ചിട്ട് 25 മിനിറ്റ് വരെ വെക്കുന്നുണ്ട്. ഇത് ഉള്ളുവാൻ്റെ ഇറച്ചിയാണ്. അപ്പോൾ നല്ല ഫ്രഷ് ബീഫാണ് കേട്ടോ. അപ്പം നമ്മുടെ 25 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സൈഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ ഞാൻ 1 ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ട്രിക്കാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഷമീംക്ക. എന്താണ് ഇത് കൂട്ടിയിട്ടുള്ള ഒരു രഹസ്യം എന്ന് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഫുള്ള് വെളിച്ചെണ്ണയിലാണ് ഇത് മൊത്തം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി കയ്യിൽ ഒതുങ്ങുന്നത്ര ഒരു പിടി ഞാൻ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു കൊടുത്തതാണ്. ഇനി ഇതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലിലേക്ക് ഇഞ്ചി ഇട്ടാൽ നല്ല മണമല്ലേ. ഇനി ഇതിലേക്ക് ഞാൻ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കൊരു 4 തക്കാളി വരെ എടുക്കുക എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വലിയതായത് കാരണം 3 തക്കാളി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ വഴറ്റിയെടുക്കുകയാണ്. എനിക്ക് നിങ്ങളോട് എന്താ പറയുക, നമ്മുടെ ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാൻ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് തന്നെ നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണേ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഈ തക്കാളിനെ ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് തക്കാളി ഉടയണം കേട്ടോ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് സംഭവമായിട്ട് ഷമീംക്ക പറയുന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ വീണ്ടും മല്ലിപ്പൊടിയും ഗരം മസാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മസാലാസ് എന്നേ ഉള്ളൂ. പക്ഷെ എല്ലാം എന്താ പറയുക, ആ ഒരു പ്രൊസീജിയർ കറക്റ്റ് നമ്മൾ ഫോളോ ചെയ്താൽ ഇത് സൂപ്പറാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബീഫ് കോരി എടുക്കുന്നുണ്ട്. അതിൻ്റെ ചാറ് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. ഇപ്പോൾ വെറും ബീഫ് മാത്രം ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ബീഫ് നല്ല വെന്തിട്ടുണ്ട്. 25 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബീഫൊക്കെ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് എന്താ പറയുക പരക്കിയെടുക്കണം. നമ്മുടെ തക്കാളീൻ്റെ കൂട്ടത്തിലേക്ക് ആ മസാലയ്ക്ക് ഇതിനെ നന്നായിട്ട് നമുക്ക് പരക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതിനെ നന്നായി എടുത്തിട്ട്
എന്താ പറയുക, ഷമീംക്ക് പറയുന്നുണ്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് തക്കാളി കാണുന്ന ഒരു തക്കാളിയാണ് എന്നുള്ളത് പോലും നമുക്ക് തോന്നാത്ത രീതിയിൽ നമ്മൾ നന്നായി അതിനെ ഉടച്ചെടുക്കണം എന്നുള്ളത്. അപ്പം ഞാനിത് ഇങ്ങനെ ഉടച്ചെടുക്കാൻ കേട്ടോ. അപ്പം ഒരു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്കില്ലേ, നമ്മൾ ബീഫ് വേവിച്ച സ്റ്റോക്ക് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേശ്ശെയായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ട് മൊത്തം സ്റ്റോക്കും ഞാൻ ഇതിലേക്ക് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ചാറ് കുറച്ച് വേണമെന്നുണ്ട് ആൾക്കാർക്ക് അത് കുറച്ച് ലൂസായിട്ട് എടുക്കാം. പക്ഷെ ഞാനിത് നല്ല ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കുന്നത്. നല്ല ഷമീംക്ക ചെയ്ത പോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ആ ചാറ് ഒഴിച്ച് കഴിഞ്ഞു. ഇപ്പം ലാസ്റ്റത്തതും കൂടിയാണിത്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ആ ചാറ് തീരും. അതായത് ആ സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിട്ടാ. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കണേ. ഇനിയിപ്പം നമ്മുടെ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു മുളകിൻ്റെ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തേ. ഇനി ഇതിനും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം നന്നായിട്ട്. നല്ല പോലെ തക്കാളി ഇങ്ങനെ ഉടച്ച് എടുത്തിട്ട് വേണം നമുക്ക് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ വറ്റിക്കുകയാണ്. നന്നായി വരുന്നുണ്ട്, നല്ല സ്മെല്ല് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം വറ്റിയിട്ടായി. ഇനിയിപ്പോൾ ഒരു കറിവേപ്പില എടുത്തിട്ട് നല്ല ഫ്രഷ് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ കറിവേപ്പില ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളത്. ഇപ്പം ഞാൻ വിചാരിക്കുന്ന ഈ സംഭവം കിടുവാണെന്നേ. ഞാൻ ഈ തുടക്കത്തിൽ വിചാരിച്ച പോലെയൊന്നല്ല. ഇതിൻ്റെ മണം തന്നെ നമുക്കിങ്ങനെ വല്ലാണ്ടിങ്ങനെ ഇതാകുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കുള്ള സംഭവം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ, ഇത് നന്നായിട്ട് ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി എവിടെയും വെള്ളമൊന്നും ഇല്ല ബാക്കി. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം മൂടിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഉള്ളിൽ തന്നെ ദമ്മായിട്ട് നന്നായിട്ട് ഇറങ്ങുമല്ലോ. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി മൂടിയിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നു കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പ്ലേറ്റിംഗ് ആക്കണ്ടേ, തമ്മിലെല്ലാം ഫോട്ടോ എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടാകുമ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് പറയാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇത് നിങ്ങൾ എന്തായെങ്കിലും, നിങ്ങൾ ഇനി ഏത് റെസിപ്പി ട്രൈ ചെയ്തില്ലെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. കാരണം അത്രക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, അതേ എനിക്ക് പറയാനുള്ളൂ. അത്രക്കും ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ബീഫ് റോസ്റ്റ് കണ്ടപ്പം നമുക്കൊരു പൊറോട്ട ഉണ്ടാക്കാനുള്ള ബാബിനോട് ഒരു ഇലക്ക പറഞ്ഞ ബാഹുബലിയുടെ എന്താ പറയുക പൊറോട്ട ഉണ്ടാക്കുന്ന ഇലയും കൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ബീഫ് റോസ്റ്റ് കണ്ടപ്പം പുറത്തുനിന്ന് തന്നെ പൊറോട്ട എന്ന് വിചാരിച്ച് പൊറോട്ട വാങ്ങിച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ ബീഫൊന്നും കൂട്ടാറില്ല. എനിക്കിപ്പം അങ്ങനെ കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചാണ് ഒരു ചെറിയ രൂപത്തിൽ നമുക്ക് ഒതുങ്ങിയൊരു പൊതിപ്പൊറോട്ടയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് ഇത് പൊതിപ്പൊറോട്ടയൊന്നല്ല എന്നൊന്നും പറഞ്ഞ് കമൻറ്റ് ഇടാൻ നിൽക്കണ്ട. ഇത് എൻ്റേതായ ഒരു രീതിയിൽ ഞാനൊരു ചെറിയൊരു പൊതിപ്പൊറോട്ട ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഞാനൊന്ന് വാക്സിന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് മാത്രം എടുത്തതാണ്. എന്നിട്ട് പിന്നെ അതിലേക്ക് കറിവേപ്പില നിങ്ങൾക്ക് അറിയാമല്ലോ പൊതിപ്പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഇതിൻ്റെ മേലെ കാണുന്നുണ്ട് ഈ മസാലയല്ലേ, ഇത് നമ്മുടെ മറ്റേ ബീഫിൻ്റെ മസാല അല്ല കേട്ടോ. ഇത് ഞാനൊരു സ്റ്റീക്ക് മസാല ആക്കിയിട്ടുണ്ട് ബീഫിൻ്റെ. അത് ഞാൻ ഇൻഷാല്ലാ ഞാൻ അടുത്തിട്ട് തന്നെ അത് പോസ്റ്റ് ചെയ്യും. നല്ല കിടു റെസിപ്പി ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ മസാലയും കുറച്ചൊന്ന് ഇതിലേക്കൊട്ടേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ 2 ലെയറായിട്ട് ബീഫ് തന്നെ വരട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ ബീഫ് കൂട്ടുന്നില്ല, ഞാൻ കുറവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയെല്ലാം ആക്കിയിട്ട് നമുക്ക് എന്താ പറയുക പൊതിപ്പൊറോട്ടയുടെ പണികളൊക്കെ കംപ്ലീറ്റ് ആയി. ഒന്ന് ഇതിനി മൂടിയിട്ട് നമ്മൾ അപ്പച്ചമ്പിലല്ല വെക്കുന്നത്, നമ്മൾ എന്താ പറയുക നമ്മുടെ ദോശക്കല്ലില്ലേ, ഞങ്ങളുടെ കാസർഗോഡുകാരുടെ എന്താ പറയുക നീർദോശ, ഞങ്ങൾ പോളയെന്നല്ല പറയൽ, അതിൻ്റെ ഇതിലാണ് ഞങ്ങൾ വെച്ച് കൊടുക്കുന്നുള്ളത്. എന്തായെങ്കിലും എൻ്റെ എന്താ പറയുന്നത് ഈ പൊതിപ്പൊറോട്ടയിൽ ഷമീംക്കാടെ റോസ്റ്റൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ ഷമീംക്ക് തന്നെ അതിശയപ്പെട്ടു പോവും എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ എന്താണ് പറ്റിയെന്നൊക്കെ. അപ്പോൾ ഞാനിതാ പൊതിയെല്ലാം തുറന്നിട്ടുണ്ട്, മണം വല്ലാണ്ട് അടിക്കുന്നുണ്ട്. എന്തായാലും ഇത് തിന്നാണ്ട് എന്താ പറയുക വീഡിയോ എടുക്കാനുള്ള മൂടൊന്നുമില്ല, ഞാൻ തിന്ന് തീർക്കട്ടെ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും മീ നശ്വാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.